നമസ്കാരം. കാഞ്ഞിരപ്പള്ളി ഇസബെല്ല ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എങ്ങനെയുണ്ട്? മഴയൊക്കെ ഉണ്ടോ? മൺസൂണൊക്കെ തുടങ്ങി, മൊത്തം മഴയായി അല്ലേ? കുറേ പേർക്ക് സന്തോഷം. എന്നെപ്പോലെയുള്ള കുറേ പേർക്ക് മഴ പെയ്യുന്നത് കാണുമ്പോൾ സന്തോഷമാണ്. എന്നാലും പലരുടെയും ജീവിതങ്ങൾ വഴിമുട്ടുന്നുണ്ട്. ഒത്തിരി ആൾക്കാർ മഴ കാരണം ബുദ്ധിമുട്ടുന്നവരുണ്ട്, ഭീതിയിൽ ജീവിക്കുന്നവരുണ്ട്. വെള്ളപ്പൊക്കം ഉണ്ടാവുമോ, ഉരുൾപൊട്ടലുണ്ടാവുമോ, കാറ്റുണ്ടാവുമോ, അങ്ങനെയൊക്കെ വിചാരിച്ച് ഒത്തിരി പേര് ജീവിക്കുന്നവരുണ്ട്. അത് ഓർക്കുമ്പോൾ നമുക്ക് അല്ലേ, നമുക്കും തണുത്തും ചുരുണ്ട് കൂടി ഇങ്ങനെ വീടിനകത്തൊക്കെ ഇരിക്കാനൊക്കെ ഒരു സുഖമാണ്. പിന്നെ കടയിലൊക്കെ ആണെങ്കിലും താരതമ്യേന സെയിലും കാര്യങ്ങളും ഒക്കെ കുറവാണ്. ഇതൊക്കെ കാലത്തിനോ പറഞ്ഞിരിക്കുന്നതാണ്. ഇങ്ങനെയുള്ള പലതും കാലചക്രം കറങ്ങി വരുമ്പം പറഞ്ഞിരിക്കുന്നതാണ്. നമ്മളത് ഫേസ് ചെയ്തേ പറ്റത്തുള്ളൂ. അത് മാറും. ഒന്നോ രണ്ടോ ദിവസങ്ങൾക്കുള്ളിൽ, അല്ലെങ്കിൽ 1, 2, 3, 4 ദിവസങ്ങൾക്കുള്ളിൽ അത് മാറി അതിൻ്റെ അടുത്ത വശം വരും. നാണയത്തിൻ്റെ 2 വശങ്ങൾ എന്ന് പറഞ്ഞ പോലെ നമ്മളതിനെ വലിയ വേവലാതിപ്പെടാതെ ആദിപ്പെടാതെ എങ്ങനെ അതിനെ അതിജീവിക്കാമെന്ന് നോക്കുക എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ എങ്ങനെ വേണമെങ്കിൽ പറയാം. നമ്മൾ മൺസൂൺ സ്പെഷ്യൽ ഒരു മെഗാ ഓഫർ സെയിലാണ് ഇപ്പോൾ തരുന്നത്. ഇത് വേറൊന്നുമല്ല, ഡെഡ് സ്റ്റോക്ക് വരാൻ ചാൻസ് ഉള്ള, അതായത് നമുക്ക് ഓവർ സ്റ്റോക്ക് വന്നിട്ട് കുറേ എണ്ണം ഇങ്ങനെ സ്റ്റോക്കായിട്ടിരിക്കുന്ന സാധനങ്ങൾ കിട്ടിയ വിലയിലും താത്ത് നമുക്ക് സെയിൽ ചെയ്ത്, ഡിസ്കൗണ്ട് സെയിലിൽ, ഞങ്ങളുടെ ഭാഷ പറഞ്ഞാൽ അടിച്ചു കളയുക, ഡിസ്കൗണ്ട് സെയിൽ അടിച്ചു കളയുക എന്ന് പറയും. അങ്ങനെ ചെയ്യുന്ന ഒരു പ്രക്രിയയാണ്. നിങ്ങൾക്കിത് ഇപ്പം നല്ല ലാഭത്തിൽ ഇത് വാങ്ങാം. നിങ്ങൾ ഇതിൻ്റെ പലതിൻ്റെയും ഇരട്ടിയിൽ കൂടുതലും വില കൊടുത്ത് ഓൾറെഡി ഓൺലൈനിൽ തന്നെ പർച്ചേസ് ചെയ്തിട്ടുള്ളവർക്ക് ഓർമ്മയുണ്ടാവാം. അങ്ങനെയുള്ള സാധനങ്ങളാണ് മാക്സിമം വാങ്ങുക. പിന്നെ ഇത് ഡിസ്കൗണ്ട് സെയിൽ ആയതുകൊണ്ട് തന്നെ റിട്ടേണോ എക്സ്ചേഞ്ചോ റീഫണ്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല റേറ്റ് താത്താണ് കൊടുക്കുന്നത്. എന്നെ സംബന്ധിച്ച് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യം, എന്നെ സംബന്ധിച്ച് എൻ്റെ ഷോപ്പിൽ വെറുതെ ഇങ്ങനെ ഇരുന്ന ഒരു സാധനം ഇപ്പം കഴിഞ്ഞ മാസം കൊണ്ടുവന്ന് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു 5 മാസത്തിന് 2, 3 ഒരു സാധനത്തിന് അത് അതിൻ്റെ ഒരു സൈക്കിൾ കറങ്ങി വരാൻ ഇത്ര സമയം കൊടുക്കണം. അത് വന്നിട്ട് ഇറങ്ങിപ്പോകാൻ ഇത്ര ഒരു സമയം കൊടുക്കണം. ഒരാഴ്ചയോ 2 ആഴ്ചയോ ഒരു കാലയളവല്ല അത് ഇറങ്ങിപ്പോകാൻ. ആ ഒരു കാലയളവ് കഴിഞ്ഞിട്ട് ഇറങ്ങിപ്പോകുന്നില്ല, അതായത് സെയിലായി പോകുന്നില്ല എങ്കിൽ അത് കിട്ടിയ വില കഴിഞ്ഞ് താത്താണേലും കുഴപ്പമില്ല. വെറുതെ പോകുന്നതിൽ നല്ലത് നമുക്ക് ക്യാഷ് ഫ്ലോ വരണം. അതിന് വേണ്ടിയിട്ട് സെയിൽ ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു പോളിസി. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്, ഞാൻ പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല. ഇത് നമ്മുടെ ക്രേപ്പ് ജോർജറ്റിൻ്റെ ഒരു, നിങ്ങൾക്കൊക്കെ ഓർമ്മ കാണും, സെമിയാണ്. ക്രേപ്പ് ജോർജറ്റിൻ്റെ പ്യുവർ അല്ല, പ്യുവറിന് 1700, 2000 രൂപയൊക്കെ വരുന്നതാണ്. ഇത് 850 രൂപയ്ക്കായിരുന്നു ഇതിൻ്റെ സെമി നമ്മൾ വിറ്റത്. ഇപ്പം കൊടുക്കുന്ന വില പറയാവേ. ബ്ലാക്ക് കളർ, ഇതിൻ്റെ പല കളേഴ്സ് ഉണ്ട്. ക്രേപ്പ് ജോർജറ്റിൻ്റെ പ്യുവർ അല്ല, പ്യുവർ ക്രേപ്പ് ജോർജറ്റ് അല്ല, അതിൻ്റെ ഒരു റിപ്ലിക്ക എന്ന് വേണേൽ പറയാം. സാരി ബ്ലൗസ് വന്നിട്ട് ഇങ്ങനെ ഇരിക്കും. ഇപ്പം ഈ മഴക്കാലത്ത് ഡെയിലി ഓഫീസിൽ പോകുന്നവർക്കൊക്കെ നല്ലതാണ്, പെട്ടെന്ന് ഉണങ്ങുകയും ചെയ്യും, നല്ല കംഫർട്ടാണ്. ഒഴുക്കൻ സാരികൾക്ക് അങ്ങനത്തെ ഒരു ഗുണമുണ്ടല്ലോ. ഇതിൻ്റെ റേറ്റ് 850 രൂപയായിരുന്നു, ഇപ്പോഴത്തെ വില 480 രൂപ. അതിൻ്റെ തന്നെ ഡിസൈൻ ചെറിയ വ്യത്യാസമുള്ളൂ. നിങ്ങൾ ഇതിനെല്ലാം ഒറ്റ പീസ് വീതമേ ഉള്ളൂ. സിംഗിൾ പീസാണ്. സിംഗിൾ പീസ് ആയതും സ്റ്റോക്ക് കൂടുതൽ വന്നതൊക്കെയാണ്. ഇതിന് ചെറിയ വ്യത്യാസങ്ങൾ, അതായത് ഇവിടെ വരുന്ന ഈ ഇതില്ലേ, അതിനൊക്കെയുള്ള ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ. അത് നിങ്ങൾ നമ്പർ കൂട്ടി വേണം നിങ്ങൾ സ്ക്രീൻഷോട്ട് അയക്കാൻ കേട്ടോ. വെറും 480 രൂപയേ ഉള്ളൂ. നല്ല സാരിയാണ്. ക്രേപ്പ് ജോർജറ്റിൻ്റെ സാരികൾക്ക് അറിയാൻ വേണ്ടി 2000 രൂപ അടുത്ത് വരും. നല്ല പ്യുവർ ആയിട്ടുള്ള 2000 ചുരിദാർ സെറ്റാണ്, അതിന് മുകളിലേക്ക് പോകും. ഇത് ഇപ്പോൾ അതിൻ്റെ പ്യുവർ അല്ല, സെമിയാണ്. സെമിക്ക് 850 രൂപയാണ്. അത് ഇപ്പോൾ 480 രൂപയ്ക്ക്. ബ്ലൗസ് ഇത് മുന്താണി വന്നിട്ട് ഇങ്ങനെ മാംഗോ ഡിസൈൻ വരും. അടുത്തത് ഇത് റെഡ്, ചില്ലി റെഡ്. ഇതൊക്കെ അല്ലാതെ എൻ്റെ വീഡിയോ സ്ഥിരം, അതായത് ഞാൻ ഓൺലൈൻ തുടങ്ങിയ കാലം തൊട്ട് വീഡിയോ കാണുന്ന ആൾക്കാർ ഇപ്പോൾ പലരും ഉണ്ട്, എനിക്കറിയാം. നമുക്ക് പേഴ്സണൽ ബന്ധങ്ങളുണ്ട് അവരുമായിട്ട്. അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ ഇത് കാണുമ്പോഴേ മനസ്സിലാവും. മേടിച്ചവരുണ്ട്, 850 രൂപ കൊടുത്ത് മേടിച്ചവരുണ്ട്. ഇതുണ്ട് ഇപ്പോൾ കാണിച്ചതിൻ്റെ തന്നെ ചില്ലി റെഡ്. നല്ല രസമാണ്, ഡെയിലി ഉടുക്കാനൊക്കെ നല്ല ഭംഗിയാണ്. ഈ ക്രേപ്പിൻ്റെ ഒരു മിക്സ് വരുന്നതുകൊണ്ട് ശരീരത്തോട് നല്ല ഒട്ടിക്കെടുക്കും. ബ്ലൗസ് വരുന്നത് ഇത് തന്നെ സെയിം ആണ്, പക്ഷേ
ഡിസൈൻ വ്യത്യാസം, ബോഡിയിലെ ഡിസൈനും ബോർഡറും ഒക്കെ നോക്കിയാൽ മനസ്സിലാവും. ഡിസൈൻ വ്യത്യാസപ്പെട്ട് ഉള്ള സാരി കണ്ട. നല്ല കംഫർട്ടാണ് കേട്ടോ ഉടുക്കാൻ. പ്രത്യേകിച്ച് സീസണൽ സാരി എന്ന് വേണമെങ്കിലും പറയാം. ഉടുക്കൻ സാരിക്ക് സ്ഥിരം ഉടുക്കുന്നവരുണ്ട്, അല്ലാതെ സീസണൽ ആയിട്ട് ഉടുക്കുന്നവരുണ്ട്. പിന്നെ അതിൻ്റെ പച്ച, ഇതിൻ്റെ 3-4 കളറിലാണ് മെയിനായിട്ട് വരുന്നത്. ബ്ലാക്ക്, നേവി ബ്ലൂ, ബോട്ടിൽ ഗ്രീൻ, റെഡ്. ഇതിപ്പോൾ ബ്ലാക്ക് കാണിച്ചല്ലോ, നേവി ബ്ലൂ ഇല്ല. 480 രൂപയ്ക്ക് നിങ്ങൾക്ക് പക്ക ലാഭം തന്നെയാണ്. ഇനി ആ മോഡൽ തീർന്നോ തോന്നുന്നു, ഇനി ഇടയ്ക്ക് കയറി വരുമോ എന്നറിയത്തില്ല. താഴേക്കെല്ലാം പോകുന്നു. ഇനി കുറച്ച് ദിവസത്തേന് ഡിസ്കൗണ്ട് സെയിൽ തന്നെയായിരിക്കും. അടുത്ത ദിവസം നാളെ മിക്കവാറും കുർത്തിയുടെ ആയിരിക്കുമേ, സാരിയുടെ ആയിരിക്കത്തില്ല. ഇതിപ്പോൾ ചുമ്മാ സാരി ഉണ്ടോ, എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ചുമ്മാ സാരി. ഫുള്ള് ഇങ്ങനെ തന്നെയാണ് ഒഴുക്കൻ സാരി. ഇതിൻ്റെ ശരിക്കുള്ള വില 450 രൂപയാണ്. ഇപ്പം നമ്മൾ കൊടുക്കുന്നത് 299 രൂപ. ഈ ബ്ലൗസ് ഇല്ല കേട്ടോ, വിത്ത് ബ്ലൗസ് ഇല്ല. ഒരു ബ്ലാക്ക് ബ്ലൗസോ ഈ ബ്ലൂ ബ്ലൗസോ ഇട്ടാൽ നല്ലതാ. പിന്നെ ഇത് ഫുൾ ഇങ്ങനെ ആയതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുകൊണ്ട് അനാർക്കലി ടോപ്പൊക്കെ അടിക്കാൻ നല്ല രസമാണ്, നല്ല ഭംഗിയാണ്. ഇത് കണ്ടോ, ഇതൊന്നും പൊട്ടിച്ചിട്ട് പോലും ഇല്ല. ഇതൊക്കെ ഒത്തിരി ഓൺലൈനിൽ സ്റ്റോക്ക്, ഓൺലൈൻ സെയിലിന് നടത്തുന്നതിനാണ് ഒത്തിരി ഓവർ സ്റ്റോക്ക് കൊണ്ടിരുന്നത്. ഒത്തിരി സ്റ്റോക്ക് കൊണ്ടുവരും. അപ്പം അതിൽ നിന്ന് മിച്ചം ഏറ്റവും ലാസ്റ്റ് വരുമ്പോൾ മിച്ചം വരും. എന്താണ് ഉണ്ടോ ഇല്ലല്ലേ, പൊട്ടിച്ചിട്ട് പോലും ഇല്ലാത്ത സാരികളാണ്, മൊത്തം സാരികൾ തന്നെയാണ്. പിന്നെ വന്നിട്ടൊരു ഇച്ചിരി സമയമായി കാണും, ഒരു 6 മാസമൊക്കെ ആയി കാണുമായിരിക്കും, അറിയത്തില്ല. കണ്ടോ, നല്ല ഒഴുക്കൻ സാരി. ഇതിന് വിത്ത് ബ്ലൗസ് ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഉണ്ടെങ്കിൽ തന്നെ ഉണ്ട്. അയ്യോ ഇല്ല ഇല്ല, ബ്ലാക്ക് ഇട്ടാൽ മതി കേട്ടോ. ബ്ലാക്കിനൊക്കെ എനിക്ക് ചേർന്ന് ഇച്ചിരി മഞ്ഞ അങ്ങനത്തെ ഒക്കെ ആയിരിക്കും. റെഡിമെയ്ഡ് ബ്ലൗസ് അല്ലേ എല്ലാവരുടെയും കയ്യിൽ ഇരിക്കുന്നേ, അതുകൊണ്ട് ഒരെണ്ണം എടുത്ത് ഇട്ടോ, നല്ല രസമായിരിക്കും. ഇതൊരെണ്ണം എടുത്തൊരു സാരി എടുക്കണ്ടായിരുന്നു. എനിക്കിപ്പോൾ സാരി എടുത്ത് വയ്ക്കുന്ന ഹരവാണ്, പക്ഷെ എവിടെയും പോകാൻ കഴിയത്തില്ല. ഫോട്ടോയ്ക്ക് മാത്രം എന്ന് പറയും നിൽക്കും, അത് കഴിക്കാൻ പറ്റത്തില്ല. വെള്ളയോ വില പറയുന്നത് വില എന്ത് ഞാൻ കണ്ടായിരുന്നല്ലോ, എവിടെയെങ്കിലും കാണുന്നുണ്ടായിരുന്നു പറയാം. അത് മൊത്തം വലിച്ച് വില കിടക്കുന്നിടത്തുനിന്നേ വലിച്ച് നോക്കിട്ടപ്പോൾ ഒന്നും നോക്കാതെ ഒട്ടും പ്രിപ്പറേഷൻ ഇല്ലാതെ വന്ന് താഴെ ഉണ്ടാവും. ഇതിന്റെ ശരിക്കുള്ള വില 590 രൂപ. ഇപ്പോഴത്തെ വില 320 രൂപ. ഇപ്പം പലരും ചോദിക്കും ഇത് ഷോപ്പിൽ ലഭ്യമാണോ. ഷോപ്പിൽ ഒരു ഡിസ്കൗണ്ട് സെയിൽ ഇപ്പോൾ റൺ ചെയ്യുന്നില്ല. ഇപ്പം ഈ ഓൺലൈനിൽ കാണിച്ചിട്ട് മിച്ചം വന്നെങ്കിൽ അത് ഷോപ്പിലുള്ളൂ കേട്ടോ. നിങ്ങളിപ്പോൾ അടുത്തുള്ളവരാണെങ്കിൽ ഇപ്പോൾ ഒരു ഓൺലൈനിൽ ഒന്ന് ബുക്ക് ചെയ്തോ, എന്നിട്ട് ഷോപ്പിൽ വന്ന് ഷിപ്പിംഗ് ഒന്നും അടയ്ക്കാതെ ബുക്ക് ചെയ്ത് വെക്കുക, ക്യാഷ് അടിച്ച് ബുക്ക് ചെയ്ത് വെക്കുക. എന്നിട്ട് ഷോപ്പിൽ വന്ന് കളക്ട് ചെയ്യുക, എന്നെ വേണേൽ ചെയ്തോ. കാരണം നമ്മളിത് ഷോപ്പിൽ ഇങ്ങനെ ഒരു റിഡക്ഷൻ സെയിൽ ഓൺ ആയിട്ടില്ല, റൺ ചെയ്യുന്നില്ല. ഇതടുത്ത സാരി കണ്ടോ, ചുമ്മാ കൊടുക്കുക, നല്ല ഞൊറിവൊക്കെ ഇട്ടുണ്ടല്ലോ. ഇങ്ങനെ നല്ല ഇതൊക്കെ ഇട്ടിട്ട് ഞാൻ പറഞ്ഞിട്ട് ഒരു പച്ച സ്റ്റഡിൻ്റെ ഒരു കമ്മലും ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല സ്റ്റൈലാണേ. വളരെ വിലക്കുറവാന്ന് പറഞ്ഞാലും നല്ല സ്റ്റൈലാക്കി എടുക്കാൻ നമുക്ക് പറ്റും. ഒരു പേളുമാലയൊക്കെ കൂടി ഇട്ട് കഴിഞ്ഞാൽ വേറൊരു ഗെറ്റപ്പാണ് അതിന്. ഇപ്പം വിലയൊന്നും അല്ല കാര്യം. പിന്നെ എന്നാ ഏത് പെരുമഴ നനങ്ങിപ്പം എന്ത് വണ്ടി ഉണ്ടെന്ന് പറഞ്ഞാലും നമുക്കിപ്പം ചെറുതായിട്ടൊക്കെ മഴക്കാലത്ത് ഒരു അസ്വസ്ഥതയും ബുദ്ധിമുട്ടും ഒക്കെ വരും. അപ്പം അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ പെട്ടെന്ന് ഉണങ്ങുകയും ചെയ്യും. ഇതിൻ്റെ വില 590 രൂപ. ഇപ്പോഴത്തെ വില 320 രൂപ. ഇത് ക്രേപ്പിൻ്റെ അല്ല, ഇത് സിൽക്കി ആയിട്ടുള്ള ബാട്ടിക് പ്രിന്റ് വരുന്ന, മുമ്പേ കാണിച്ചതിൻ്റെ തന്നെ സെമി സിൽക്ക്. മുമ്പേ കാണിച്ച സെയിം സാരിയാണ്, പക്ഷെ സ്റ്റഫ് വ്യത്യാസമുണ്ട്. ഇതൊരു സെമി സിൽക്കി മെറ്റീരിയലാണ്. ഇത് നമ്മുടെ മൊഡാളിനൊക്കെ ഇങ്ങനത്തെ വന്നിട്ടുണ്ടായിരുന്നു. ഇതൊക്കെയാണല്ലോ ഈ ആദ്യം കണ്ടതാ ഞാൻ. ഇതെന്നെ വരണേ ബുദ്ധിയോ, മറന്നു പോകണോ സെക്കൻഡിൽ തന്നെ വില.
690 രൂപ. ഇപ്പോഴത്തെ വില 390 രൂപ. അവിടെ ഇതെല്ലാം ഒറ്റ പീസേ ഉള്ളൂ കേട്ടോ, സിംഗിൾ പീസേ ഉള്ളൂ. വളരെ ചുരുക്കം. ഇപ്പോൾ ഒരെണ്ണത്തിന് ഞാൻ 2 പീസ് കണ്ടു, വേറെ ഒരെണ്ണത്തിന് പോലും ഒരു പീസും കൂടെ ഇനി അറിയത്തില്ല അപ്പുറത്തെങ്ങാനും ഇരിപ്പുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഇരിപ്പില്ലെന്നാണ്, സിംഗിൾ പീസ് ആയതുകൊണ്ടാണ് നമ്മളിത് റിഡക്ഷൻ സൈഡിലേക്ക് ഇട്ടത്. നല്ലൊരു ഒനിയൻ ഷെയ്ഡ്, ഡാർക്ക് ഒനിയൻ ഷെയ്ഡ്, നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇത് ഞാൻ പറഞ്ഞിട്ട് ഇങ്ങനെ മൊത്തം ഒരേ ഡിസൈനുള്ള മുന്താണി ഒന്നും ഇല്ലാത്ത സാരി എടുക്കുവാണെങ്കിലുണ്ടല്ലോ, നമ്മൾ സാരി ഉടുക്കുന്നെങ്കിൽ സാരി ഉടുത്തോ, സാരി ഉടുത്തു കഴിഞ്ഞിട്ട് ചുമ്മാ അലമാരിക്കകത്ത് ഇങ്ങനെ കയറ്റി വെച്ചുകൊണ്ടിരിക്കാതെ അതെടുത്ത് പിള്ളേരൊക്കെ ഉള്ളവർക്ക്, പെൺപിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നല്ല അനാർക്കലി മോഡലിൻ്റെ ഫുൾ സ്ലീവ് വെക്കണേ, ഇവിടം വരെയുള്ള സ്ലീവ് വെക്കണം. എന്നിട്ട് ചെറിയൊരു ബട്ടൺ കൊടുത്താൽ മതി. എന്നാ രസമായിരിക്കും എന്നറിയാം അനാർക്കലി ടോപ്പ് ഇട്ട് കഴിഞ്ഞാൽ. എന്നിട്ട് ചുമ്മാ കഴുത്തെ ചുറ്റി ഒരു ഷോളും കൂടി ഇട്ട് കഴിഞ്ഞാൽ സൂപ്പറാ. കണ്ണുപിടിക്കുന്നില്ലല്ലോ, കണ്ണടി വെക്കണമെന്ന് തോന്നുന്നു. ബാർകോഡ് അടിച്ചേക്കുന്നത് 699 ആണ് ഇതിൻ്റെ വില. ഇപ്പോഴത്തെ വില 330 രൂപ. എൻ്റെ പുത്രൻ കിടന്ന് വിളിക്കുന്നുണ്ട്, സമ്മതിക്കുന്നില്ല. ഫോൺ എടുത്തേ അടങ്ങുള്ളൂ. ഞാൻ ഫോൺ ബെല്ല് കാത്തിട്ടേക്കോ, പക്ഷെ എനിക്ക് കാണാം. ഇത് കഴിഞ്ഞ പ്രാവശ്യം ഒത്തിരി ഓടിയ സാരി, അതിൻ്റെ ഒത്തിരി കളേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു. ഒത്തിരി കളേഴ്സ്, ഇങ്ങനെ മൾട്ടി കളറിൽ ഒത്തിരി കളേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു. ഇത് നല്ലതാകട്ടെ ടോപ്പ് തയ്ക്കാനായിട്ട്, അനാർക്കലി ടോപ്പ് തയ്ക്കുക. ഇപ്പം ഈ വേനൽക്കാലമല്ല, മഴക്കാലത്ത് ഇടാനും നല്ലതാ. പോകത്തുമില്ല, കാലങ്ങളോളം കിടക്കുകയും ചെയ്യും. ഒരു സെമി ഷിഫോൺ, സിൽക്കി ഷിഫോൺ ആയിട്ടൊക്കെ ഉള്ള ഒരു സ്റ്റഫാണ്. ഇതിൻ്റെ വില 850 രൂപയാണ്. ഇപ്പോഴത്തെ വില 420 രൂപ. ഈ സാരി കഴിഞ്ഞ വർഷം എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഒരു ഓഗസ്റ്റ് മാസത്തിൽ ആ വലിയ ഇത് മഴക്കാലം വന്ന സമയത്ത് ഞങ്ങളുടെ ഇവിടെയൊക്കെ ഉരുൾപൊട്ടലൊക്കെ ഉണ്ട്. ഇവിടെയല്ല, ഞങ്ങളുടെ ഇവിടുന്ന് ഒരു 10-40-50 കിലോമീറ്റർ അപ്പുറം കുട്ടിക്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് ആ ഒരു സമയത്ത് ഓൺലൈനിൽ എന്തോരം പോയ സാരി ഇതെന്നറിയാമോ. ഇതിൻ്റെ പല കളേഴ്സ് ഉണ്ടായിരുന്നു. ഒത്തിരി പേര് ചോദിച്ച സാരി ഇത്. അന്ന് എല്ലാവർക്കും ഇതെന്തോ ഇഷ്ടമായിരുന്നു. ഇങ്ങനെ ലൈൻസ് ആണ് കേട്ടോ, ഇതുണ്ടോ, നേരെ കണ്ടാലേ അറിയത്തുള്ളൂ. എന്തോ ഒരു കളർ, ഒരു ബേജ് കളറാ, എന്നിട്ട് ഇങ്ങനെ ലൈൻസ് ആയിട്ട്. ഇതിൻ്റെ ഇപ്പോഴത്തെ വില, ഇതിൻ്റെ ശരിക്കുള്ള വില 550 രൂപ. ഇപ്പോഴത്തെ വില 320 രൂപ. ഇത് ഇനിയും വരുന്നുണ്ടല്ലോ ബാട്ടിക്ക്. ഏതാ ഇടയ്ക്ക് കയറി മിക്സ് ആയിട്ടിരിക്കുന്നു. മുമ്പേ കണ്ടില്ലേ, ആദ്യം കാണിച്ചില്ലേ. അതിൻ്റെ ദൈവത്തിൻ്റെ വലിയ കൃപ കൊണ്ട് എൻ്റെ സ്റ്റാഫെല്ലാം ഇപ്പം ബിസിയാണ്. ഭയങ്കര മഴ പുറത്ത് പെയ്തുകൊണ്ടിരിക്കുക. അപ്പം ഞാനോർത്തു ഇന്ന് വന്ന് എല്ലാവരുമായിട്ട് വർത്താനമൊക്കെ പറഞ്ഞ് നമുക്ക് എന്തെങ്കിലും അറ്റകുറ്റപ്പണികളോ അടുക്കും പെറുക്കോ അങ്ങനത്തെ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും കൂടെ ചെയ്യുകയൊക്കെ ചെയ്യാമെന്നൊക്കെ ഓർത്ത് വന്നതാണ്. പക്ഷേ ഓൺലൈൻ ഇതിൻ്റെ വില എഴുതി എടുക്കാൻ പോലും സ്റ്റാഫിന് ഇതില്ല. ദൈവത്തിൻ്റെ എന്നാ വലിയൊരു കൃപയാണ് അതല്ലേ. എൻ്റെ അപ്പന് ഞാൻ 1000 നന്ദി പറയുക. എനിക്ക് എന്നാന്നറിയാമോ, പല ആൾക്കാരുടെയും വീടുകളിൽ പണിയില്ലാതിരിക്കുന്നവരും വരുമാനം ഒത്തിരി കുറഞ്ഞ് നിൽക്കുന്ന അവസ്ഥയല്ല. അപ്പം നമുക്ക് ഇവരെ ഒരു കാരണവശാലും നമുക്ക് എന്നാ പറയുന്നത്, അവർക്ക് നമ്മൾ ആവശ്യം വേണ്ട സമയത്ത് നമ്മൾ ആവശ്യമായിട്ട് നിൽക്കേണ്ടത്. മെറൂൺ, ഡാർക്ക് മെറൂൺ. ഇത് ബ്ലൗസ് മുമ്പേ കാണിച്ചില്ലേ, അതിൻ്റെ തന്നെ കേട്ടോ. വില പറഞ്ഞല്ലോ, ഫസ്റ്റിലെ പറഞ്ഞ വില തന്നെ. ബ്രാസോ ഇപ്പോൾ ബ്രാസോയുടെ ഇപ്പോൾ അയാളുടെ കാലമാണല്ലോ അല്ലേ എന്ന് പറഞ്ഞ പോലെ അല്ലേ. ഇപ്പോൾ മറ്റേ സിനിമയ്ക്കകത്ത് മോഹൻലാലിൻ്റെ എന്നുണ്ട്, ലാലേട്ടൻ്റെ സിനിമയ്ക്കകത്ത്. എനിക്ക് എന്നെ ഇഷ്ടമെന്നറിയാം മോഹൻലാലിനെ, ഭയങ്കര ഇഷ്ടം. സിനിമ ഇപ്പോൾ ചിലരിങ്ങനെ പറയും വലിയ സിനിമാ താരങ്ങളോട് വലിയ ആരാധനയൊന്നും കാണിക്കേണ്ട, അവരെന്നെ ദൈവങ്ങളാണോ എന്നൊക്കെ പറയേ. പക്ഷെ അവർ കലാകാരന്മാരല്ലേ, ദൈവം തൊട്ടവരാണ് കലാകാരന്മാരെന്ന് പറയുന്നത്. ദൈവം തൊട്ട് അനുഗ്രഹം കിട്ടിയവരാണ് കലാകാരന്മാർ. മോഹൻലാലൊക്കെ ദൈവം കെട്ടിപ്പിടിച്ച് ഹഗ് ചെയ്തയാളാണ്. അങ്ങനെ നമ്മൾ ബഹുമാനിക്കണ്ടേ, സ്നേഹിക്കണ്ടേ അല്ലേ. എനിക്ക് ഞാൻ അങ്ങനെയൊന്നും പറയുന്നതിനകത്ത് എനിക്കൊരു തെറ്റും തോന്നിയിട്ടില്ല കേട്ടോ. ഇനി മുന്താണി കാണിച്ചാൽ ഇപ്പോൾ പറഞ്ഞു വന്നത് എന്നാന്ന് ചോദിച്ചാൽ, ഇപ്പം ബ്രാസോയുടെ കാലമാണല്ലോ. ചുരിദാറിനകത്തും കുർത്തിക്കകത്തും എല്ലാം ബ്രാസോയുടെ ഷാള്. ഇത് എങ്ങനെയാണ് ഇതിൻ്റെ മുന്താണി എവിടെ ചേട്ടാ? സരീനെയാ ചേട്ടാന്ന് വിളിച്ചേട്ടോ. ഇത് മുന്താണി ഇങ്ങനെ ഒരു ഡബിൾ ഷെയ്ഡ് പോലാണ്. മഞ്ഞ, ലൈറ്റ് മഞ്ഞ, ഡാർക്ക് മഞ്ഞ, മസ്റ്റാർഡ് മഞ്ഞ, അങ്ങനെ പല മഞ്ഞാസ്. ഇവിടെ മെറൂൺസ്. ബ്ലൗസ് ഇതും ഈ പറഞ്ഞ പോലെ കംഫർട്ടാണ്, കാണാനൊരു അഴകുമാണ് ബ്രാസോയ്ക്ക്. വില പറയുന്നല്ലേ, അയ്യോ ഞാൻ ഇതാ എൻ്റെ കുഴപ്പം.
599 രൂപ. ഇപ്പോഴത്തെ വില 325 രൂപ. അതിൻ്റെ തന്നെ പച്ച, മഞ്ഞയും പച്ചയും ഇത് മുകളിലത്തെ ബോർഡറിന് വീതി കൂടി, താഴത്തെ വീതി കുറഞ്ഞ, താഴത്തെ ബോർഡറിന് വീതി കൂടി. കണ്ടോ? ഇങ്ങനെ ഒരു ലഹരിയാ ഡിസൈൻ. എന്താണ് എന്ന് കാണിക്കാന്ന് വെച്ചാൽ മുമ്പേ കണ്ടില്ലേ, അത് തന്നെ കേട്ടോ. എന്താണിയാണോ ഇത്? ഇത് കണ്ടോ? ഇത് മുന്താണി. ഇത് ബ്ലൗസ്. മുഴുക്കൻ സാരി ആയതുകൊണ്ട് എടുക്കുന്ന ഇത് ഈ സാരി ഞാൻ പറഞ്ഞ പോലെ ഫുൾ പ്ലെയിനാ, ഒറ്റ ഡിസൈനാ പോന്നെ. മുന്താണി ഇല്ല, ബ്ലൗസ് ഇല്ല, അങ്ങനെയൊന്നുമില്ല. അപ്പം അങ്ങനത്തെ സാരി എടുത്തിട്ട് നിങ്ങൾ ഐഡിയാപരമായിട്ട് ഒത്തിരി വീട്ടിലിരിക്കുന്ന ലേഡീസിന് സ്വന്തമായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ അറിയാമല്ലോ. ഇങ്ങനത്തെ എടുത്തിട്ടുണ്ടല്ലോ, മക്കൾക്കോ സ്വന്തമായിട്ടോ ഒക്കെ തയ്ച്ചിടും. എന്നാ രസമായിരിക്കും എന്നറിയാമോ? ഇതാ ഒരു രാമാഗ്രീൻ്റെ ഒക്കെ ഒരു ഷെയ്ഡ്, ഏറ്റവും കൂടെ കളേഴ്സ് പോയേക്കുക. ഇത് വിലയല്ലേ? സ്റ്റിക്കറാണോ? വെളിച്ചേട്ടാ ഡോണ്ട് വറി വെളിച്ചേട്ടാ, വില കാണുന്നില്ലല്ലോ ചേട്ടാ. വേറെ സ്ക്രീനെ ഇട്ടേക്കാം കേട്ടോ, തപ്പി എടുക്കണം. ഇതിൻ്റെ വേറെ ഉണ്ട്, അതിൻ്റെ നല്ലത് വേറെ, പക്ഷെ വേറെ ഡിസൈനാണ്. എനിക്ക് സാധനത്തെ വില കാണാമെന്ന് പറഞ്ഞാൽ എനിക്ക് ദേഷ്യം വരും. ഇതെങ്ങനെ പിന്നെ ഇവർ സെയിൽ ചെയ്യുന്നതെന്ന് ഞാൻ ചോദിക്കും. ഇപ്പം എന്തുകൊണ്ട് ഇത് അറിഞ്ഞില്ല, എൻ്റെ സെയിൽസ് സ്റ്റാഫ് എന്തുകൊണ്ട് ഇത് അറിയുന്നില്ല? 590 രൂപ, 380 രൂപ. ഇതാ കണ്ട, നല്ല ബ്ലാക്കിൽ രസം, ജെറ്റ് ബ്ലാക്കിൽ ഇങ്ങനെ ഒരു ഗ്രീൻ. അതിൻ്റെ 3 കളർ ഇരിപ്പുണ്ട് കേട്ടോ. ഇത് ഞങ്ങൾക്ക് ഒത്തിരി പോയ സാരിയാണ്. ഞാൻ ഈ പറയുന്ന പോലെ ഒത്തിരി പേര് വന്നിട്ട് ഇത് അല്ലാത്ത ആവശ്യങ്ങൾക്ക് എടുത്തു, ഞാൻ ഈ പറയുന്ന സാധനങ്ങൾക്ക് എടുത്തു. ഞാനാണെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യുള്ളൂ. എൻ്റെ ഫ്രണ്ട്സ് ഇപ്പം നമുക്ക് പഫ് സ്ലീവ് ഒക്കെ നല്ല മോഡലല്ലേ, പഫ് സ്ലീവ് ഒക്കെ വെച്ച് ഇവിടോട്ട് നല്ല ഇച്ചിരി ലൂസാക്കി വന്നിട്ട് ഇവിടോട്ട് വരുമ്പോൾ ടൈറ്റാക്കി ഒക്കെ നിങ്ങൾക്ക് ആർക്കും അറിയാത്ത നല്ല ലോട്ടാറുണ്ട് ഞാൻ പറയുന്നത്. അങ്ങനെയല്ല, ആർക്കെങ്കിലും പെട്ടെന്ന് ഒരു ഐഡിയ കിട്ടുവാണെങ്കിൽ കിട്ടിക്കോട്ടെ, അത്രേ ഉള്ളൂ. എന്നിട്ട് ഇടണം ബ്ലൗസ് എന്നാ തയ്ക്കണം, കുർത്തി തയ്ക്കണം, രസമായിരിക്കും. പിന്നെ ഒരു ബ്ലാക്ക് ബോട്ടം കൂടി ഇട്ടാൽ പോരെ, ബ്ലൂ. എന്നിട്ട് ഈ ബ്ലൂ ഷോളില്ലേ, ബ്ലൂ ഷോൾ ചുമ്മാ കഴുത്തേക്കൂടെ ഇങ്ങനെ ഇടണം. അനാർക്കലി മോഡലൊക്കെ പാനൽ കട്ടൊക്കെ തയ്ക്കാൻ അറിയാമെങ്കിൽ അടിപൊളി. നല്ല പാർട്ടി വെയറായിട്ട് വേണം, ഫംഗ്ഷൻ വെയറായിട്ട് വേണമെങ്കിൽ വേണം. പിന്നെ ചിലർക്ക് ബീഡ്സ് ചെയ്യാൻ അറിയാം, ചെറിയ ഹാൻഡ് വർക്കൊക്കെ ചെയ്യാനൊക്കെ അറിയാമെങ്കിൽ അതൊക്കെ കഴുത്തൊക്കെ ഇച്ചിരി വൈഡായിട്ട് വെട്ടി അങ്ങനെ തയ്ക്കാം. അപ്പോൾ സാരിയാണോ വയ്ക്കുന്നത്, ചുരിദാറിന് വേണ്ടിയിട്ടുള്ള സാരിയാണോ വയ്ക്കുന്നത്? എന്നല്ലേ എന്താല്ലേ കുട്ടി? ഇതിപ്പോൾ പർപ്പിൾ അത്രേ ഉള്ളൂ. ഞാനിത് പറയുക, എൻ്റെ കാഞ്ഞിരപ്പള്ളിക്കാർ, എൻ്റെ അയൽവക്കത്തിലുള്ളവരും എൻ്റെ സറൗണ്ടിങ്സിലുള്ളവരും ഡയറക്റ്റ് ഷോപ്പിൽ വരുന്നവരും ഇതിനെ പരിഭവിക്കരുത്. നിങ്ങൾ ഓൺലൈനിൽ തന്നെ നിങ്ങൾ ഇത് കണ്ടിട്ട് ബുക്ക് ചെയ്യുക, ഷിപ്പിംഗ് അടയ്ക്കേണ്ട. നിങ്ങൾക്ക് സൗകര്യം പോലെ വന്ന് കടയിൽ നിന്ന് വാങ്ങിച്ചാൽ മതി, അല്ലെങ്കിൽ ആരെങ്കിലും വിട്ട് വാങ്ങിപ്പിച്ചാൽ മതി. കാരണം കടയിൽ ഇത് ഡിസ്കൗണ്ട് സെയിൽ റണ്ണിങ് അല്ല. അപ്പം ഇത് ഒന്നിച്ച് വേറെ മാറ്റിയൊന്നും വെച്ചിട്ടില്ല. കടയിൽ ആ ഡിസ്കൗണ്ട് സെയിലിൻ്റെ സാരി ചോദിച്ച് വരും, എനിക്ക് നല്ല ഉറപ്പാണ്. ബ്ലൗസ് കാണിച്ചാൽ പിറ്റേ ദിവസം ബ്ലൗസിന് വരും. ഓൺലൈനിൽ തീർന്നു പോയി കഴിയുമ്പോൾ അവർ പരിഭവം പറയും. അപ്പോൾ ഇവിടെ ഉള്ളവർക്ക് വാങ്ങിക്കണ്ടേ എന്ന് ചോദിക്കും. സത്യമാണ്, ന്യായമാണ് ആ ചോദ്യം. പക്ഷേ നമ്മൾ സെയിലല്ലേ, ബിസിനസ് അല്ലേ, അതിപ്പോൾ ആദ്യം ആരാണോ ചോദിക്കുന്നത് അവർക്ക് കൊടുക്കുക എന്നുള്ളതാണ്. പിന്നത്തേന് ഹോൾഡ് ചെയ്ത് വെച്ചുകൊണ്ടിരിക്കാൻ നമുക്ക് സാധിക്കത്തില്ല. ഈ സംഭവമൊക്കെ ഒന്ന് ഓടിക്കണ്ടേ? അപ്പോൾ വീണ്ടും പുതിയ അടുത്ത ദിവസത്തെ ഇനി ഡിസ്കൗണ്ട് സെയിലാണ് കുറച്ച് ദിവസത്തേനെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നാളെ മിക്കവാറും കുർത്തിയായിരിക്കും, ചിലപ്പോൾ കുർത്തി സാരിയും കൂടി ആയിരിക്കും. ഏതായാലും സമയം പോലെ കാണണം കേട്ടോ. വൈകുന്നേരം 7 മണിക്കാണ് നമ്മുടെ വീഡിയോ. സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പിൽ സ്ക്രീൻഷോട്ടും അയയ്ക്കുക ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ ഒരു കാര്യം മസ്റ്റായിട്ട് ഓർക്കണം, ആ വിലയും നമ്പരും കൂടെ കൂട്ടി വേണം സ്ക്രീൻഷോട്ട് എടുക്കാൻ. ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, അല്ലെങ്കിൽ ചെയ്യാത്തവരൊന്ന് ചെയ്യണേ. താങ്ക് യു.